സുധാകരനെ KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റാൻ തത്വത്തിൽ മുതിർന്ന നേതാക്കൾ തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷേ അത് എങ്ങനെ മാറ്റും, അതിനുള്ളൊരു ഫോർമുലയാണ് ഇപ്പോൾ കോൺഗ്രസിന് അലട്ടുന്നത്. സുധാകരൻ എന്തും ചെയ്യും എന്നതാണ് അവരെ ഭയപ്പെടുത്തുന്ന കാര്യം. കാരണം സുധാകരനെ സംബന്ധിച്ച് നേരത്തെ വാക്ക് ഉപയോഗിച്ചാൽ, ആ പദം ഉപയോഗിക്കുകയാണെങ്കിൽ സുധാകരൻ BJPയിൽ പോകും. അത് എന്നാണ്, കാലവിളംബം മാത്രമേ ബാക്കിയുള്ളൂ. ഉറപ്പാണ് അത് പോകും. അത് സുധാകരനും അറിയാം. സുധാകരൻ ഇത് ബാർഗെയിൻ ചെയ്യുന്നത് നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ, ശരത്ത് സൂചിപ്പിച്ചതുപോലെ, കണ്ണൂരിൽ പരാജയപ്പെട്ടാൽ തിരിച്ചിങ്ങോട്ട് വരണ്ട, മറിച്ച് KPCC അധ്യക്ഷ പദവിയിലിരുന്നാൽ ഉപാധി വയ്ക്കാം, സുധാകരൻ ഉപാധി വയ്ക്കാം, തുടരാം. ഇന്ന് അദ്ദേഹം പറഞ്ഞു തുടരാം. അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ പാർട്ടിയെ ഈ കസേരയിൽ നിന്ന് ഞാൻ നയിക്കും എന്നല്ലേ പറഞ്ഞു. തീർച്ചയായും. അപ്പോൾ ഇത് ഈ കോൺഗ്രസിൻ്റെ നിലവിലെ സംഘടനാ പശ്ചാത്തലത്തിൽ ഒരു ഘട്ടത്തിലും VD സതീശനും, പ്രതിപക്ഷ നേതാവ് VD സതീശനും സുധാകരനും ഒന്നിച്ചു പോകുന്നേയില്ല. കാരണം ഒരു പാർട്ടിയുടെ ലീഡർഷിപ്പ് എന്നുള്ള ഒരു രഹസ്യമായി പലരും ചർച്ച ചെയ്യേണ്ടി വരും. ഒരു രാത്രി കഴിഞ്ഞാൽ സുധാകരൻ വേറൊരാളാണ്. ഒരു പരിപാടി, സംഘടന പുനഃസംഘടനയാകട്ടെ, താഴെത്തട്ടിലുള്ള ആൾക്കാർ ഗ്രൂപ്പുകളുടെ വീതം വയ്പലാകട്ടെ, ഇതെല്ലാം പൊളിക്കുന്നത് സുധാകരനൊപ്പം നിൽക്കുന്ന അനുയായികളുടെ ഒരു വൃന്ദമാണ്. ഇന്നലെ നമ്മൾ പരാമർശിച്ച പേരുകാരനടക്കം KPCC ആസ്ഥാനത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ പത്രസമ്മേളനത്തിലെ മോശം അനുഭവത്തിന് ശേഷം VD സതീശൻ പറഞ്ഞത്, ഇനി ഒരു ഇഞ്ച് KC വേണുഗോപാലിനെ വിളിച്ച് പറഞ്ഞു, ഇനി ഒരു ഇഞ്ച് ഇദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറല്ല, അല്ലെങ്കിൽ ഞാൻ പദവി ഒഴിയാൻ തയ്യാറാണ് എന്നതാണ് VD സതീശൻ വച്ച. അവിടെ മറ്റൊന്നുകൂടി മറ്റൊരു വാർത്ത കണ്ടിരുന്നു, നിർബന്ധന ചെയ്തൊരു വാർത്തയിൽ പൊതുവിൽ ഒന്നാണെന്ന് വിചാരിക്കും. അതായത് താൻ ഒഴിയണമെന്നാണ് പാർട്ടി പറയുന്നതെങ്കിൽ VD സതീശനും കൂടെ ഒഴിയണം. കാരണം എന്ന് വെച്ചാൽ ഇതൊരു അസാമാന്യമായ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാണ് കേരളത്തിൽ അവതരിപ്പിച്ചത്. AI ഗ്രൂപ്പുകളെ അസ്തമിച്ച വിധത്തിൽ എത്തിപ്പെടുത്തി, അല്ലെങ്കിൽ അങ്ങനെ ആക്കിയ ശേഷം ഒരു പുതിയ ലീഡർഷിപ്പായി, ഒരു പുതിയ നേതൃത്വം, പുതിയ കാലം എന്നൊക്കെ നിലയിലേക്ക് VD സതീശനും അതുപോലെ K സുധാകരനും ഇപ്പോൾ അകൽച്ചയുടെ പരമാവധിയിലെത്തി നിൽക്കുന്ന ഒരവസ്ഥ ഇന്നത്തെ ഒരു ദിവസം കുറെ കൂടി ശക്തമായ ആളുകൾക്ക് ബോധ്യപ്പെട്ടു.